എല്ലാവരെയും പോലെയും എനിക്കും കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുസീൻസും ട്രൈ ചെയ്യണം, കുറേ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാനും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും യൂട്യൂബ് തുടങ്ങിയത്, ലൈക്ക് എടുക്കുന്നതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നും അങ്ങനൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കുസീൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് ഞാൻ കുറച്ചായി ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാൻ ആലോചിച്ചിട്ട് തൃശ്ശൂർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഇത് അവൈലബിൾ ആയിരുന്നു ആൻഡ് ഇക്കൊല്ലം വീണ്ടും അതേ സ്പോട്ടിൽ അവരൊരു മാംഗോ ഫെസ്റ്റ് നടത്തുന്നുണ്ട്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വാണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. മാംഗോ സ്റ്റിക്കി റൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിക്കാൻ ആഗ്രഹിച്ച ഒരു ഐറ്റം. ഇതൊരു തായ് കുസീനാണ്. ലൈക്ക് മാംഗോവും തേങ്ങാപ്പാലും പിന്നെ ചോറും കൂടിയിട്ട് വരുന്നൊരു കോംബോ. ആദ്യത്തെ ബൈറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ലെങ്കിലും ടുവേർഡ്സ് ദി എൻഡ് കഴിച്ച് കണ്ടെത്തുമ്പോൾ എനിക്ക് ഈ തേങ്ങ മാങ്ങ ചോറ് എന്നുള്ള കോംബോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ തേങ്ങാപ്പാലൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ലൈക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ചോറായിരുന്നു. അതുകൊണ്ട് തന്നെ പേര് തന്നെ സ്റ്റിക്കി എന്നാണ്. ആ ഒരു ടെക്സ്ചറുള്ള റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഞ്ഞിയായിട്ടില്ല, കഞ്ഞിനെക്കാട്ടിയും കുറച്ചും കൂടിയും ഒരു തിക്നെസ് കൂടിയ ഒരു ടൈപ്പ് ഓഫ് റൈസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ആകുമ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ബൈറ്റ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയണില്ല. ലൈക്ക് ഇതൊരു എന്താ പറയുക, കുറച്ച് വെറൈറ്റി ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ മാംഗോ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ വേറെ 2-3 മാംഗോ ഐറ്റംസ് ഞങ്ങൾ ട്രൈ ചെയ്തു. മാംഗോ ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല, ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തതാണ് അവരുടെ മാഗ്നിഫിഷ്യൻ പനക്കോട്ട. പനക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഡെസേർട്ടാണ് ഇത്. അതിൽ മാംഗോ ഇവർ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു മാഗ്നിഫിഷ്യൻ പനക്കോട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. പനക്കോട്ട ശരിക്കും ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. ഈ ഒരു ഡെസേർട്ടും മാംഗോ കൂടിയിട്ടുള്ള ഫ്യൂഷനാണ് ഈ ഒരു ഐറ്റം. ആൻഡ് ലാസ്റ്റ്ലി ഞങ്ങൾ അവരുടെ മെനുന്ന് മീൻസ് മാംഗോ ഫെസ്റ്റിൻ്റെ മെനുന്ന് ഒരു ഷേക്കും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാംഗോ സാഗോ മിൽക്കി വേ. മാംഗോയും സാബുനരിയും പാലും എല്ലാം കൂടിയിട്ടുള്ളൊരു ഷേക്കായിരുന്നു അത്. അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇവിടെ കഴിക്കാൻ പറ്റാന്ന് ചോദിച്ചാൽ നമ്മളെ തൃശ്ശൂരുള്ള ജസ്റ്റ് ലോഫിലാണ് കേട്ടോ. തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ കുറേ ഔട്ട്ലെറ്റ് അവർക്കുണ്ട്. അപ്പം ഇവരുടെ റെഗുലർ മെനുന്ന് ഞങ്ങൾക്ക് ഫ്യൂ ഡിഷസ് വേറെയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ട്രൈ ചെയ്തത് അവരുടെ ലോഡഡ് ഫ്രൈസ് ആണ്. അത്യാവശ്യം 3-4 പേർക്ക് സുഖമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ പോർഷൻ ഈ ഒരു ലോഡഡ് ഫ്രൈസിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചൂസ് ചെയ്തത് ബീഫായിരുന്നു. അതിൻ്റെ ടോപ്പിങ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. ലോഡഡ് ഫ്രൈസിൻ്റെ ശേഷം വി ട്രൈഡ് ദെയർ ഗ്രിൽ ചിക്കൻ. സ്റ്റേക്കിൻ്റെ ചിക്കൻ വേർഷനാണ് ഈ ഒരു ഗ്രിൽ ചിക്കൻ. വെജീസും മാഷ്ഡ് പൊട്ടാറ്റോസും ഒക്കെ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഐറ്റം. ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് അത്ര അടിപൊളി എന്ന് പറയില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ആവശ്യത്തിനുള്ള ടേസ്റ്റ് ഇതിലുണ്ടായിരുന്നുള്ളൂ. ആ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തതാണ് അവരുടെ ക്ലാസിക് ഫ്രൈഡ് ചിക്കൻ ബർഗർ. ഒരു ക്രിസ്പി ഫ്രൈഡ് ചിക്കനും സോസും പിന്നെ ചീസും ഹാലോപ്പീനോസും ഒക്കെ ആയിട്ട് വരുന്ന ഒരു മസ്റ്റ് ട്രൈ ഐറ്റം. എനിക്കിതിൽ റെഗുലർ മെനു ഒന്ന് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലാസിക് ഫ്രൈഡ് ചിക്കൻ ബർഗർ ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായി ഉണ്ടായിരുന്നു. ആൻഡ് ഡ്രിങ്ക്സിൽ നിന്ന് 2 ടൈപ്പ് ഓഫ്, ഒരു ഷേക്കും പിന്നെ ഒരു മോക്ടെയിലുമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഷേക്ക് വന്നത് ഓറിയോ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആയിരുന്നു കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റ് മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ, അടിയിൽ ഓറിയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഷേക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഗുൽക്കന്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ബോംബെ ഗുലാബി, ലൈക്ക് ഇതൊരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഗുൽക്കന്തിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഗുൽക്കന്ത് എന്ന് പറഞ്ഞാൽ റോസ് പെറ്റൽസിനെ ഡ്രൈ ചെയ്തിട്ട് ഒരു ജാം ടെക്സ്ചറിലാക്കി എടുക്കുന്നതിനെ പറയുന്നതാണ് ഗുൽക്കന്ത്. ഈ ഗുൽക്കന്തും ക്രാൻബെറി ജ്യൂസും പിന്നെ ആപ്പിൾ ജ്യൂസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബോംബെ ഗുലാബി ഉണ്ടാക്കിയിട്ടുള്ളത്. ക്രാൻബെറി എന്ന് പറഞ്ഞാൽ ലവ് ലോലിക്കാണ് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അതിൻ്റെ മലയാളം അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതും കൂടിയിട്ടാണ് ഈ ഒരു ഡിഷല്ല ഈ ഒരു ഡ്രിങ്ക് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലോഫിൽ പോയാൽ മതി. ഇപ്പോൾ കറൻ്റ്ലി അവിടെ ഒരു മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാംഗോയുടെ വെറൈറ്റി ഓഫ് ഡിഷസ് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാവരും പോയി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നു പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വാണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. താങ്ക് യു.